ഹലോ, എല്ലാവർക്കും ഹാപ്പി നവരാത്രി. ഇന്ന് നവരാത്രിയുടെ 5ാം ദിവസമാണ്. മാതാ സ്കന്ദമാത ഗ്രീൻ കളറാണ് ഇന്നത്തെ കളർ കോഡ്. അപ്പോൾ നമ്മുടെ സതീദേവിയുടെ ശാപപ്രകാരം നമ്മുടെ പാർവതി ദേവിക്കും മഹാദേവനും പാർവതി ദേവിയാൽ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല എന്നൊരു ശാപമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് മഹാദേവനും ദേവിയും ഒരു ഗുഹയിൽ കയറിയിട്ട് നമ്മുടെ തപസ് അനുഷ്ഠിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ദേവിയിലൊരു ചൈതന്യം ഇന്നലെ വന്നുല്ലോ, നമ്മൾ കൂഷ്മാണ്ഡയായിട്ട്. അപ്പോൾ ദേവിയിലുണ്ടായ ആ ഒരു ചൈതന്യവും അതേപോലെ മഹാദേവൻ്റെ പഞ്ചമുഖങ്ങളിൽ നിന്ന് ഓരോരോ ദീപങ്ങളും അതായത് ചൈതന്യങ്ങളും പുറത്തേക്ക് വന്നു ആ തപസ്സിനിടയിൽ കേട്ടോ. എന്നിട്ട് അത് ഒന്നായി കൂടിച്ചേർന്ന് ഒരു ഭയങ്കര വലിയ ശക്തിയായി മാറി, ശക്തിഗോളമായി മാറി. അപ്പോൾ എന്ത് ചെയ്തു? അത് മഹാദേവൻ വായുദേവന് കൈമാറുകയും വായുദേവൻ ആ താപം സഹിക്കവയ്യാണ്ട് സൂര്യദേവന് കൈമാറുകയും ചെയ്തു. പക്ഷേ സൂര്യദേവനും ആ ഒരു താപം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അത് മാതൃരൂപത്തിലുള്ള ഗംഗാദേവിക്ക് കൈമാറി. പക്ഷേ ഗംഗാദേവിക്കും ആ ഒരു താപം സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ഒരു ദിവ്യജ്യോതിയെ 6ആയിട്ട് ഭാഗിച്ച് 6 താമരകളിലായിട്ട് നിക്ഷേപിച്ചു. ആ ഗംഗാനദിയിലെ ചെറിയൊരു താമര പൊയ്കയായി മാറിയിട്ട് ആ ഒരു താമര പൊയ്ക എന്താണ്, പാർവതി ദേവിയാണ്, അതിലെ തീർത്ഥം പാർവതി ദേവിയാണ്, അതിലെ താമരകൾ പാർവതി ദേവിയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് കഥകളിൽ പറയുന്നത്. ആ 6 താമരകളിലായിട്ട് നിക്ഷേപിച്ച 6 ജ്യോതികൾ 6 കുഞ്ഞുങ്ങളായി മാറുകയും അവരെ കൃതികാദേവിമാർ കണ്ടെടുത്ത് പരിപാലിക്കുകയും ചെയ്തു, 6 കുഞ്ഞുങ്ങളായിട്ട് തന്നെ കേട്ടോ. തുടർന്ന് പാർവതി ദേവിക്ക് അവരെ കൈമാറുകയും പാർവതി ദേവി 6 പേരെയും ഒരുമിച്ച് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് ഒരു ശരീരവും 6 ശിരസുമുള്ള സ്കന്ദനായി മാറുകയും ചെയ്തു കേട്ടോ. കൃതികാദേവിമാരാൽ പരിപാലിക്കപ്പെട്ടതിനാൽ സ്കന്ദന് അതായത് മുരുകന് കാർത്തികേയൻ എന്നൊരു പേരും കൂടെ അങ്ങനെയാണ് വന്നത് കേട്ടോ. അപ്പോൾ 6 ശിരസുള്ള സ്കന്ദനെ വാരിപ്പുണർന്ന് സിംഹാരൂഢയായി ഇരിക്കുന്ന മാതാവാണ് ഇന്നത്തെ സ്കന്ദമാത എന്നുള്ള രൂപം. നമ്മൾ പറഞ്ഞതുപോലെ ഗ്രീൻ കളറാണ് കേട്ടോ ഇന്നത്തെ കളർ കോഡ്. അപ്പം ഇതൊക്കെ ഒരു ചെറിയ അറിവുകളാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. സുബ്രഹ്മണ്യനോട് മുരുകനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്നേ ദിവസം എനിക്ക് ഭയങ്കര പ്രത്യേകതയാണ്. പക്ഷേ ഇവിടെ ഘടോരമായ മഴ 3ാം ദിവസവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതൊന്നും വകവയ്ക്കാനേ പറ്റില്ല. സോ വെളുപ്പിനെ തന്നെ എണീറ്റ് നമ്മൾ ഫ്രഷപ്പായി പൂജാമുറിയല്ല വിളക്ക് കത്തിക്കുന്നവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി. ഇന്ന് ശമ്പൂട്ടൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്, നവരാത്രി വെക്കേഷന് മുമ്പായിട്ട് കേട്ടോ. അപ്പോൾ നാളെ തൊട്ട് ലീവാണ്. അപ്പോൾ ഇതാ നമ്മുടെ മുരുകൻ ഒരു സ്പെഷ്യൽ ആരതിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ എനിക്ക് സ്പെഷ്യലി പറയാനുള്ളത്, അപ്പം നവരാത്രിയുടെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, നമ്മുടെ നവരാത്രി റൊട്ടീൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ലോങ് വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാ ദിവസവും 6 മണി സമയമാകുമ്പോഴത്തേക്കും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. ഹാപ്പി നവരാത്രി.